തൊട്ടടുത്തുള്ള ഒരാൾ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിടന്നുറങ്ങാൻ. പലപ്പോഴും ട്രെയിനിൽ വരെ നമുക്ക് ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഈ കൂർക്കം വലി. കൂർക്കം വലി എന്ന് പറഞ്ഞാൽ അതിനിത് ഉപകരിക്കും, ഡബിൾ ചിൻ ഉള്ളവർക്ക് ഇത് ഉപകരിക്കും, അതുപോലെ തന്നെ പാട്ടുകാർക്ക് ഇത് വളരെ നല്ല എക്സസൈസ് ആണ്. എൻ്റെ തൊണ്ടയിൽ ചെറുതായിട്ടൊരു ഇൻഫ്ലമേഷൻ, അതായത് ചെറുതായിട്ടൊന്ന് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് ചിരി വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി ചെയ്യുന്നത്. നമ്മളുടെ നാക്ക് കൊണ്ട് പല രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, അതായത് ഒത്തിരി ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റി കുറ്റം പറയുന്നതും ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റി കുറ്റം പറയുന്ന ഒരു പ്രശ്നമാണ് കൂർക്കം വലി. തൊട്ടടുത്തുള്ള ഒരാൾ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിടന്നുറങ്ങാൻ. പലപ്പോഴും ട്രെയിനിൽ വരെ നമുക്ക് ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഈ കൂർക്കം വലി. അതെങ്ങനെയൊക്കെ നമുക്ക് തടയാം? അതിൻ്റെ ചില സ്പെഷ്യൽ എക്സസൈസുകളാണ് ഇതിന് നമുക്ക് ഏറ്റവും പോംവഴിയായിട്ട് വരുന്നത്. ഇതിനകത്ത് പറയുന്നത് പ്രാണായാമ ആക്ച്വലി ഹാവിങ് എ വെരി ഗുഡ് ഇമ്പാക്റ്റ് ഓൺ നമ്മളുടെ സ്നോറിങ് എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രാണായാമം മാത്രം പോരാ നമ്മൾക്ക് ഈ ഒരു കാര്യത്തിന്. നമുക്ക് പല സ്ട്രെങ്തനിങ് എക്സസൈസ്, നമ്മളുടെ നെക്കിനുള്ളതും ടങ്ങിനുള്ള എക്സസൈസും, മൊത്തത്തിൽ ഹെഡ് ആൻഡ് നെക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും മസിൽസിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഒരു വാമപ്പ് ആയിട്ടായിരിക്കും. അപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് മൂവ്മെൻറ്റ് അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് നെക്ക് മൂവ്മെൻ്റ് ആയിരിക്കും നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ 2 കൈയും എടുത്തിട്ട് ഒരു കൈ നമ്മളുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തേക്കും ചെവിയുടെ ചെറുതായിട്ട് മുകളിലേക്കും, മറ്റൊരു കൈ വരുന്നത് ഈ മറ്റു ചെവിയെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പുഷ് ചെയ്ത്, കണ്ടോ, ഈ ഒരു കൈ നന്നായിട്ടൊന്ന് പ്രഷറൈസ് ചെയ്ത് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇതൊന്നും ഒരിക്കലും നമ്മളൊരു തല ഇങ്ങനെ വെട്ടിക്കുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്ട്രെച്ചാണ്. അത് ചില സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് നമുക്ക് ഭയങ്കര ഒരു സുഖം തരുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ സപ്പോർട്ടീവായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇയർ ടു ഇയർ എന്നുള്ള ആ ഒരു ഇതിലാണ് അത് വരുന്നത്. ഇനി ഇത് കുറച്ചും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ തല എത്രത്തോളം സൈഡിലേക്ക് തിരിക്കുക, അതായത് റേഞ്ച് ഓഫ് മോഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് തിരിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ തിരിച്ചു. അപ്പം നമ്മൾ ചെറുതായിട്ട് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു കൈ ഒന്ന് പൊസിഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു പേശികളെല്ലാം തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സസൈസ് എന്ന് പറയാൻ, നമ്മുടെ ഒരു ഡബിൾ ചിൻ്റെ എക്സസൈസും ഈ കൂർക്കം വലിയും തമ്മിൽ ഒത്തിരിയേറെ കണക്റ്റഡ് ആണ്. ഒത്തിരി പേരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കൂർക്കം വലിക്കുന്നത് അവരുടെ തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടും ആവാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഡബിൾ ഫാറ്റ് ഉള്ളത് കൊണ്ട്, പിന്നെ കൊളസ്ട്രോൾ കൂടിയവരിൽ ഒക്കെ നമുക്ക് ഈ ഒരു കൂർക്കം വലിയുടെ പ്രശ്നം വരാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സസൈസ് ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഡബിൾ ചിൻ ഉള്ളവർക്കും ഇവിടെ കുറേ ഫാറ്റ് അടിഞ്ഞു കിടക്കുന്നവർക്കും അതേപോലെ തന്നെ കൂർക്കം വലിക്കും ഒരുപോലെ സഹായിക്കുന്ന ഒന്നായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ച്യൂ ചെയ്യുക, നമ്മൾ നമ്മുടെ പല്ലുകൾ തമ്മിൽ ബൈറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെയുള്ള മുഴുവൻ നെക്ക് മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കിയിട്ട്, അപ്പം നമ്മളുടെ ഈ നെക്ക് മസിൽസ്, ഇവിടെയുള്ള സൈഡ് നെക്ക് മസിൽസ് ആയിരിക്കും മൂവ് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും. ഇത് വീണ്ടും ഒരാവർത്തി കൂടി ചെയ്യാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ, നമ്മളിപ്പോൾ പല രീതിയിലുള്ള എക്സസൈസ് ചെയ്താലും ഇത്ര മൈന്യൂട്ടായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നോസ്ട്രൽ ബ്രീത്തിങ് ആണ്. അതായത് ഈ ഒരു ഇത്രയും ഭാഗങ്ങളെ മൊത്തത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മൂക്കടച്ച് മറ്റൊരു മൂക്ക് കൊണ്ട് നമുക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. 3 തവണ ചെയ്യുക.
ഇൻഹേൽ, എക്സേൽ. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലൂടെ. ഒന്നുകൂടി. അതേപോലെ തന്നെ അപ്പുറത്തെ വശത്ത്. അത് ഈ 2 വിരലുകൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നാസിക മുദ്ര വെച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഈ നോസ്ട്രൽ ബ്രീത്തിങ് ചെയ്യാം. ഇതുപോലെ ഇരുന്ന് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ബോഡി മൂവ്മെന്റ്സും ചെയ്യാൻ പാടില്ല. ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്ന് തവണ റൈറ്റ്. മൂന്ന് തവണ ചെയ്ത് നമ്മുടെ മൂക്കിന്റെ ആ ഒരു പാത്ത് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കാം. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സൈനസൈറ്റിസ് അല്ലെങ്കിൽ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് കഫക്കെട്ട് നമ്മളുടെ കഫം ബാക്കിലൂടെ ഡ്രിപ്പ് ചെയ്ത് വരുമ്പോഴും നമ്മളുടെ തൊണ്ടയിൽ കെട്ടി ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് എന്നുള്ള ഇൻഫെക്ഷൻസ് മൂലം ആൾക്കാരിൽ കൂർക്കം വരാറുണ്ട്. ചില സമയത്ത് ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ എനിക്ക് കൺസൾട്ടേഷൻസ് ഒത്തിരി ഉള്ളതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയാം എൻ്റെ തൊണ്ടയിൽ ചെറുതായിട്ടൊരു ഇൻഫ്ലമേഷൻ, അതായത് ചെറുതായിട്ടൊന്ന് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ 2 ഉപ്പുകല്ലെടുത്ത് നന്നായിട്ട് ഇത്തിരി മഞ്ഞളും കൂടി ഇട്ട് നല്ലപോലെ ഗാർഗിൾ ചെയ്യും. അതുപോലെ തന്നെ ആ ഉപ്പുകല്ല് മഞ്ഞളോടുകൂടി തന്നെ ഞാൻ ഇത്തിരി കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കഫക്കെട്ട് നമുക്ക് അങ്ങനെ തന്നെ നമ്മളുടെ മലത്തിലൂടെ അത് പോകാൻ പിറ്റേ ദിവസം നമുക്ക് സുഖമായിട്ടുള്ളൊരു മോഷനിലൂടെ നമുക്കത് തൊണ്ട ക്ലിയർ ആവുകയും ചെയ്യും. കാരണം എല്ലാ മ്യൂക്കസിനെയും അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒന്നാണ് റോക്ക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോസ് ഇത് ചെയ്തു. ഇനി വളരെ ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് ചിരി വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി ചെയ്യുന്നത്. നമ്മളുടെ നാക്ക് കൊണ്ട് പല രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രാണായാമത്തിൽ നമ്മൾ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ടങ്ക് ട്യൂബ് പോലെ ആക്കിയിട്ട് ഇതിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ ശ്വാസം വിടുന്നു. ഇത് നമുക്കൊരു 3 തവണ ചെയ്യാം. ഇനി ഈ ടങ്കിന്റെ മാക്സിമം സ്ട്രെച്ച്, ഇനി ഞാനൊന്ന് ചെരിഞ്ഞിരുന്നിട്ട് നിങ്ങളെ ആ ഒരു എങ്ങനെയാണ് ആ നാക്കിന്റെ ഡയറക്ഷൻ എന്നൊന്ന് കാണിക്കാനായിട്ട് ഒന്ന് ചെരിഞ്ഞിരുന്ന് കാണിച്ചു തരാം. ഈ നാക്ക് കറക്റ്റായിട്ട് താഴത്തേക്ക്, മാക്സിമം താഴത്തേക്കായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. നടു നിവർത്തി തന്നെ ഇരിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ നേരെ തന്നെ വച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ തൊണ്ടയുടെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് വേണം 3 പ്രാവശ്യം. ഇതേപോലെ തന്നെ നമ്മൾ മൂക്കിൽ തൊടാനായിട്ട് നമ്മൾ പിള്ളേരോടൊക്കെ ചോദിക്കുന്ന ആ എക്സസൈസും നമ്മുടെ ടങ്ങിൽ ഇത് ചെയ്തു നോക്കൂ. ഇത് എൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നത്. തിരിച്ച് നാക്കകത്തിട്ടതിന് ശേഷം ഈ നാക്കിന്റെ അറ്റം പോയിന്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയിട്ട് നാക്ക് നമ്മളുടെ സീലിംഗിലേക്ക് പോയിന്റ് ചെയ്യണം. അതായത് നമ്മൾ മുകളിലേക്ക് നോക്കി, അതായത് നാക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല. കറക്റ്റായിട്ട് സീലിംഗിലേക്ക് പോയിന്റ് ചെയ്യും. ഈ 3 എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ച പോലെ ഒരു ഫീലിംഗ് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നാക്ക് താഴ്ത്തിയിട്ട്, അതായത്
നാക്ക് ശരിക്കും നമ്മുടെ ഫ്ലോറിലേക്ക് കറക്റ്റായിട്ട് വച്ചതിന് ശേഷം നമ്മൾ വാ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ശേഷം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ഇതിങ്ങനെ നാക്ക് പതിച്ചു വരുമ്പോഴും നമ്മുടെ തൊണ്ടയിലാണ് അതിൻ്റെ കൂടുതൽ സ്ട്രെങ്ത് വരുന്നത്. ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാഫ് സ്മൈൽ എന്ന് പറയും. അതായത് പകുതി ചിരിക്കുള്ളൂ. അപ്പം ഈ ഒരു സൈഡിലുള്ള മസിൽസിനെയാണ് നമ്മളവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. തിരിച്ചു വരിക, ഇപ്പുറത്തെ സൈഡിൽ. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ചീക്ക് മസിൽസും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് നെക്ക് മസിൽസും വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടങ്കിൻ്റെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ടങ്കിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പലരും മറന്നു പോകുന്ന ഒന്നാണ്. ടങ്കും അതുപോലെ തന്നെ കൂർക്കം വലിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. ഇത്രയും എക്സസൈസ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുകയാണ്. അപ്പം തന്നെ നിങ്ങളുടെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് പോവുകയും ആ പാസേജ് ക്ലിയർ ആവാൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും ഉത്തമമായ ഒരു സമയം ഇത് ചെയ്യാനെന്ന് പറയുന്നത് കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അന്നേരം എൻ്റെ ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് ഈ പറഞ്ഞ എല്ലാ എക്സസൈസും ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങണം. ഇനിയുള്ളൊരു എക്സസൈസ് എന്ന് പറയുന്നത് നാക്ക് കടിച്ചു പിടിച്ചിട്ട് നമ്മൾ ഉമ്മിനീര് ഇറക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഈ സമയത്ത് നമ്മുടെ ബാക്ക് സൈഡ് ഓഫ് ദ ത്രോട്ടാണ് ശരിക്കും ഈ ഒരു നാക്കിന്റെ ബാക്ക് സൈഡ് ഓഫ് ത്രോട്ട് മസിൽസ് ആണ് നമ്മളിവിടെ എക്സസൈസ് ചെയ്യപ്പെടുന്നത്. ഇത്തിരി പാടാണ് നമുക്കത് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് ഇതൊക്കെ ഞാൻ 3 തവണയാണ് ഇപ്പം നമ്മുടെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് ഏകദേശം ഒരു 10 തവണയോളം റിപ്പീറ്റ് ചെയ്യാം. ഒരു തവണ കൂടി ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ താഴത്തെ നിരയിലുള്ള പല്ലിലേക്ക് നമ്മുടെ നാക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ഈ പല്ലിലേക്ക് അമർത്തിയാണ് നാക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആന്ന് പറയാം. ഇപ്പം എൻ്റെ ശബ്ദം ആ എന്ന് പറയുന്ന പോലെയല്ല. നോക്കൂ, ആ ഇപ്പം എന്തോ ഒരു സാധനം വന്ന് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു ശബ്ദമായിരിക്കും. അപ്പം ആ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആണ്. പക്ഷെ കണ്ടോ, ഒരു തരം അങ്ങനത്തെ ഒരു ബാസ് ശബ്ദം അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ നാക്ക് ബാക്ക് സൈഡിലുള്ള ത്രോട്ടിന്റെ അവിടേക്ക് പോയി പുഷ് ചെയ്യുന്നതുകൊണ്ട് ആ ശബ്ദം നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഇതിനകത്തേക്ക് പുറത്തേക്ക് വരില്ല. ഇത് ഗായകന്മാർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വോയിസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പം ഇത് ഞാൻ കൂർക്കം വലി എന്ന് പറഞ്ഞാൽ അതിനിത് ഉപകരിക്കും, ഡബിൾ ചിൻ ഉള്ളവർക്ക് ഇത് ഉപകരിക്കും, അതുപോലെ തന്നെ പാട്ടുകാർക്ക് ഇത് വളരെ നല്ല എക്സസൈസാണ്. ഇത്രയും ഇതായിട്ട് എല്ലാം കൂടി ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഏതൊരു വീഡിയോയിലും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് യൂഷ്വലി എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ നാക്കിൻ്റെ ഒരുവിധം എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ടീത്ത് കൊണ്ട് നമ്മൾ ബൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു പകുതി ചിരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട്, അത് നമ്മൾ മസിൽസിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത് വേണമെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ മാക്സിമം. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും എൻ്റെ ആ ഒരു ഞരമ്പുകൾ വരെ ചിലപ്പോൾ ഇതിനകത്ത് പൊങ്ങി വരുന്നതായിട്ട്. അത് അത്രയും സ്ട്രെച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മസാജസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു 2 വിരൽ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ചെവിയുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ട് ഈ ഒരു മസിൽസിനെ, അതായത് നമ്മളുടെ ഈ ചിന്നിൻ്റെ ഈ ഭാഗത്തുള്ള മസിൽസിനെ, അപ്പം എൻ്റെ കൂടെ ചെയ്തോളൂ, എല്ലാവരും ചെയ്തോളൂ.
ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ രണ്ട് വശത്തും നമ്മൾ ഈ മസിൽസിനെ റിലാക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അന്നേരം ഇപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇരിക്കണ പോലും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കില്ല. ഈ ഒരു രണ്ട് വിരൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഈ ഒരു ഭാഗത്തിന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള ആ ഒരു ടൈറ്റ്നെസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യും. അതുകൂടാതെ ഈ നമ്മളുടെ താടി എല്ലിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഈ തള്ളവിരൽ ഇങ്ങനെ വച്ചിട്ട് അവിടെ ഒരു നല്ലൊരു ചെറിയൊരു മർമ്മമുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ അത് വേദന എടുക്കും. അവിടെ ഒന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു വേദന ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഡബിൾ ചിൻ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമാവുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് ഒരു മസാജ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സൈനസിന്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ സൈനസ് ഒക്കെ ഒന്ന് ഇളകി ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ കഫക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്ക് സൈഡിലൂടെ പോയി അതങ്ങ് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ കാരണക്കാരായ ആൾക്കാരെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൈവച്ചതിന് ശേഷം പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്ത് ഭയങ്കരമായിട്ട് ഒന്ന് സ്ട്രെച്ച് ആവും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കോളർ ബോണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടൊന്ന് തല സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നല്ല രീതിയിലൊരു സ്ട്രെച്ച് കിട്ടും. അതേപോലെ തന്നെ ഈ കൈ വെച്ചിട്ട്, അതായത് ഈ കൈ നമ്മൾ, അതായത് എൻ്റെ ഇടത് കൈ വലത് കോളർ ബോണ്ട് എവിടെയായിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം വലത് കൈ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ. അപ്പോൾ നല്ല രീതിയിലൊരു സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇനി സാധിക്കില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളെ നമ്മൾ എടുത്തെടുത്ത് മൂക്കിൻ്റെ, അതായത് നമ്മുടെ നോസ്ട്രൽ ബ്രീതിങ് ചെയ്തു, ടങ്ങിൻ്റെ എക്സസൈസ് ചെയ്തു, ആദ്യം തന്നെ വാമപ്പ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെല്ലാ മസാജസ് അതിനെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് അതിനെ റിലാക്സ് ആക്കി വെച്ചു. അതേപോലെ തന്നെ നെയ്സൽ എന്തെങ്കിലും ബ്ലോക്ക് കൺജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റാക്കി അവസാനം നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 ക്രിസ്റ്റൽ ഉപ്പ് ഇട്ടിട്ട് ഒരു ഇത്തിരി മഞ്ഞളും കൂടെ കൂടിയിട്ട് അത് കുടിക്കുക. കുടിച്ചിട്ട് കിടന്നുറങ്ങും. ഇത് ചെയ്ത് ഒരു 7 ദിവസം കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ തൊണ്ടയിലുള്ള ഇൻഫ്ലമേഷനാണ് ഇതിന് കാരണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കുറുക്കം വലി എന്നേക്കും വിടണം. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടില്ല. സ്ലീപ്പ് അപ്നിയ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഗൈഡൻസിൽ തന്നെ പോയിട്ടത് ട്രീറ്റ് ചെയ്യുക. അത് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസ് കൊണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് ഈ ഒരു പറഞ്ഞ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഉപകരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ മുഖത്തിൻ്റെ പേശികൾക്കും അതുപോലെ തന്നെ ത്രോട്ട് മസിൽസിനും ഡബിൾ ചിൻ വരാതിരിക്കാനും ഒക്കെ ഈ ഒരു എക്സസൈസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക.